മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 11 തീയതി നിയമാവർത്തന പുസ്തകം 4 അധ്യായം 1 വാക്യവും 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച കേൾക്കുന്നത് ദൈവം നൽകുന്ന കൽപ്പനകൾ വിശ്വസ്തയോടുകൂടെ നമ്മൾ പാലിക്കണമെന്ന ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ദൈവം ജീവൻ വാഗ്ദാനം ചെയ്യുന്നു, മനുഷ്യർ അനുസരണം വാഗ്ദാനം ചെയ്യുന്നു. ഇതാണ് ഉടമ്പടി. എന്താണ് മനുഷ്യൻ അനുസരിക്കേണ്ടത്? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അത് ദൈവം പഠിപ്പിച്ച ചട്ടങ്ങളും നിയമങ്ങളും കൽപ്പനകളും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ പാലിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ പാലിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ഉണ്ടാവുക? നിയമങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജീവിതത്തിൽ പാലിക്കുമ്പോൾ എന്ത് ഗുണമാണ് നിങ്ങൾക്ക് ലഭിക്കുക? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, മറ്റു ജനത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ജ്ഞാനികളും വിലയുള്ളവരുമായിട്ട് മാറുമെന്ന്. അനുസരണം ജ്ഞാനത്തിന് തുല്യമാണെന്ന് 1 വായന നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ തലമുറകൾക്ക് പകർന്നു കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്നു. ദൈവം സമീപസ്ഥമായ ഒരു ജനത നമ്മളെപ്പോലെ ആരുണ്ടെന്ന് 1 വായന ചോദിക്കുമ്പോൾ, ഇന്നിൽ ഞാനും സുഹൃത്തെ നീയും ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം, ദൈവം ഇത്രമാത്രം സമീപസ്ഥമായിട്ടുള്ള ഒരു ജനത വേറെ ആരുണ്ട്? ദൈവം എൻ്റെ ഉള്ളംകൈയിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ശരീരത്തിലേക്ക് അലിയുന്ന ഒരു ജനത വേറെ ആരുണ്ട്? ദൈവം ഇന്നും എന്നോട് വിശുദ്ധ ബൈബിളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേറെ ഏത് ജനതയുണ്ട്? ഒരു നൊയമ്പ് കാലഘട്ടത്തിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഈ ദൈവികമായ പദവിയെക്കുറിച്ച് ഓർക്കുന്നതും ധ്യാനിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5 അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ ഈശോ പറയാണ്, നിയമങ്ങളെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, അത് പൂർത്തിയാക്കാനാണെന്ന്. നൽകപ്പെട്ടിരിക്കുന്ന 10 കൽപ്പനകൾ അതിലൊരു മാറ്റവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അന്ന് സീനായ് മലയിൽ വെച്ച് മോശയ്ക്ക് ദൈവം 10 കൽപ്പനകൾ കല്ലിലാണ് കൊത്തി നൽകിയത്. ഈശോ പറയുന്നു, നമ്മൾ നിയമങ്ങൾ അത് കല്ലിനപ്പുറമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊത്തിവെക്കണമെന്ന്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ തലമുറകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണമെന്ന്. അങ്ങനെ പകർന്നു കൊടുക്കുമ്പോൾ ആ കൽപ്പനകൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും സ്നേഹത്തോടുള്ള ഈശോ എന്ന വ്യക്തിയോടുള്ള സ്നേഹത്തെ പ്രതി അവൻ്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കും. കാരണം ദൈവം ഇത്രമാത്രം സമീപസ്ഥമായിരിക്കുന്ന ഒരു ജനത വേറെയില്ല എന്ന സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ വായനകൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ 1 വായനയിൽ ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ, ചട്ടങ്ങൾ നിങ്ങൾ പാലിക്കണമെന്നും ഈശോ പറയുന്നു. പഴയ നിയമം ഇല്ലാതാക്കാനല്ല, അത് പൂർത്തിയാക്കുവാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നുവെന്ന് ക്രിസ്തു പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം സമീപസ്ഥമായൊരു ജനത എന്നെപ്പോലെയും സുഹൃത്തിനെപ്പോലെയും വേറെ ആരുമില്ല എന്ന ഒരു തിരിച്ചറിവിൽ ഈ ഒരു നൊയമ്പ് കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ അനുദിന ജീവിതങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളും പോരായ്മകളും വരുന്നുണ്ടെങ്കിൽ അവയൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.